ബിഗ് ബോസ് മലയാളം സീസൺ 7 നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? ഇത്രയും ദിവസമായിട്ട് നിങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ? ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നിങ്ങൾക്ക് അവിടുത്തെ ഒരു മൈൻഡ് ഗെയിമറെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു പരാജയമാണ്. നമ്മൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും എന്താണ് കാര്യമെന്നുള്ളത്. എങ്ങനെയെങ്കിലും അനുമോളെ പുറത്താക്കണം, എനിക്ക് കപ്പടിക്കണം, അതാണ് ഇപ്പൊ നൂറയുടെ പ്രധാന ലക്ഷ്യം. എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് ബിഗ് ബോസ് കൂടി അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വേറെ കാര്യം വേറൊന്നുമല്ല, ഇന്നലെ അനുമോളോട് കാണിച്ച് ബിഗ് ബോസിന്റെ അടുത്ത് പോയി 1.5 മണിക്കൂറോളം ഇരുന്ന് ക്ലാസ് എല്ലാം എടുത്തിട്ട് വന്നതല്ലേ. അതിനുശേഷം അവിടെ അനുമോളോട് കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുള്ള പാരിതോഷികം ഇന്നൊരു മണി ബാങ്കിലൂടെ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. ആദിലയും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. രണ്ട് ബേബികളും തമ്മിലിരുന്ന് ബേബി സംസാരമാണ്. ആ ബേബി ഒന്നും മനസ്സിൽ വെക്കേണ്ട, നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡ് ഗെയിമിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ അതാണ് കളിക്കുന്നത്. മൈൻഡ് ഗെയിം കളിച്ചാലേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. ഞാൻ അതാണ് ഇപ്പോൾ മൈൻഡ് ഗെയിം എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നൂറ ആദിലയോട് പറയുന്നു. എന്താന്ന് വെച്ചാൽ നൂറയ്ക്ക് ഇപ്പൊ അഹങ്കാരത്തിന്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോഴും നൂറയുടെയും ആദിലയുടെയും വിചാരം ഇവർക്ക് വെളിയിൽ ഭയങ്കര ഹ്യൂജ് ഫാൻസ് ഉണ്ട്, ആ ഫാൻസുകാരാണ് ഞങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്നാണ്. ഈ മണ്ടികൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അനുമോള് എവിക്ഷനിൽ വരാത്ത സമയങ്ങളിൽ അനുമോളുടെ വോട്ടുകൾ കൂടുതലും ചില സാഹചര്യങ്ങളിൽ, ഇവർ പുറത്താകേണ്ട സാഹചര്യങ്ങളിൽ അനുമോളെ ഇഷ്ടപ്പെട്ടിരുന്നവർ കുറച്ചു പേരാണെങ്കിലും വോട്ട് ചെയ്തിരുന്നു. ഈ പറയുന്ന പറ്റാഗേൾസ് എന്ന് പറഞ്ഞ് ആ പാവം പിടിച്ച അനുമോളെ കൊണ്ടു നടന്ന് കൊലയ്ക്ക് കൊടുത്തിട്ട് അനുമോളെ ചതിച്ചതുപോലെ തന്നെ അനുമോൾ ഫാൻസിനെയും അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാം ചതിച്ച് വോട്ട് കൈക്കലാക്കി അവിടെ നിന്ന ആൾക്കാരാണ് ഈ പറയുന്നത്. ഈ നൂറയും ആദിലയും എവിക്ഷനിൽ വരുന്ന സമയത്താണെങ്കിലും അവിടെ വേറെ കുറെ പേരെ ടാർഗറ്റ് ചെയ്ത് ചിലർ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്താക്കാൻ. അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടും വോട്ട് കിട്ടിയിട്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവർക്ക് എവിടെയാണ് ഫാൻസ് ഇരിക്കുന്നത്? ഹ്യൂജ് ഫാൻസ് ഉള്ളത് പോലാണ്. അതുപോലെ തന്നെ നൂറ പറയുന്നത് ഭയങ്കര മൈൻഡ് ഗെയിമറാണ് ഈ പറഞ്ഞ നൂറ എന്നാണ്. നൂറ അങ്ങ് ഉറപ്പിച്ചു നൂറയാണ്. ഇപ്പൊ നൂറ പറയുന്നത് ആദിലയോട് എങ്ങനെയെങ്കിലും അനുമോളെ അടിച്ച് പുറത്താക്കണം. നമുക്ക് ആ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അനുമോളെ പുറത്താക്കിക്കൊണ്ട് തന്നെ നൂറയ്ക്ക് കപ്പടിക്കണം. ഇനി ഞാൻ കപ്പില്ലാതെ ഇവിടുന്ന് പോകൂല എന്ന് വെച്ചാൽ ഞാൻ അത്രയും നല്ല മൈൻഡ് ഗെയിമറാണ്, ഞാനാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറോളം കൺസെഷൻ റൂമിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു കാണും അനുമോളെ അടിച്ച് പുറത്താക്കിക്കോ, നിനക്ക് ഞങ്ങൾ കപ്പ് തരാമെന്നുള്ളത്. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് അങ്ങനെ ഒരു ആഗ്രഹം കാണും, ഇങ്ങനെ ഒരു ലെസ്ബിയൻ ദമ്പതികൾ വന്നിട്ട് അവിടെ നിന്ന് ഒരു കപ്പ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ വേറെ ലെവലിലാവുമല്ലോ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതിന് സമ്മതിക്കത്തില്ല. ബിഗ് ബോസ്, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ വോട്ടിങ്ങിലൂടെ തന്നെയാണല്ലോ ഇത് തെരഞ്ഞെടുക്കുന്നത്. അതിലൊരു കള്ളത്തരമില്ലെന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ അവിടുന്ന് ആദ്യം പുറത്താകാൻ പോകുന്നത് ഈ നൂറ തന്നെ ആയിരിക്കും. ആ ഫിനാലെ വീക്കിൽ ആദ്യം പുറത്താവുന്നത് നൂറ തന്നെ ആയിരിക്കും. അതിന് മുമ്പൊക്കെ ആദ്യമൊക്കെ പുറത്താകും. എന്നാൽ ഇനി ബിഗ് ബോസിന് എന്തെങ്കിലും കള്ളക്കളി കളിച്ചാലേ ഉള്ളൂ ഇന്ന് ആ ടാസ്ക് കൊടുത്ത് കളിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അവിടെ ആരാണ്? അനീഷാണ്. അനീഷ് എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? അനീഷ് ഇന്നലെ പോയി ഇതിന്റെ സത്യാവസ്ഥ എല്ലാം മനസ്സിലാക്കി, തെറ്റും ശരിയും മനസ്സിലാക്കി, അനുമോളോട് അത്ര വലിയ തെറ്റൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അനീഷ് അവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി അനീഷ് അവിടെ 3 ചോദ്യങ്ങളും ചോദിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെ ആരും ക്യാപ്റ്റന്മാരോട് പറഞ്ഞിട്ടില്ലേ? ഇതിനു മുമ്പ് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലേ? അനുമോൾ ചെയ്ത തെറ്റെന്താണ്? ഇതൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നൂറയുടെ വാ തുറന്നിട്ട് പറഞ്ഞത് ഇരിയടോ അവിടെ എന്നാണ്. ഓക്കെ, ഈ നൂറയുടെയും ആദിലയുടെയും സ്റ്റാൻഡ് നമുക്കൊന്ന് മനസ്സിലാക്കി തരാം. നൂറയുടെ ആദ്യ സ്റ്റാൻഡ് എന്താണ്? ആദ്യം അക്ബറുമായിട്ട് കൂടി, അതിനുശേഷം അക്ബറുമായിട്ട് ഉടക്കുന്നു, പാപ വിഷയത്തിലൊക്കെ ഉടക്കു വരുന്നു. എന്നിട്ട് അക്ബറിനെ അന്ന് അക്ബർ കൊള്ളത്തില്ല, ഷാനവാസ് നല്ലതാണ്, അനുമോള് നല്ലതാണ്, ബാക്കിയുള്ള അനീഷ് നല്ലതാണ്, ബാക്കിയുള്ളവരൊക്കെ നല്ലതാണ്. അങ്ങനെ ഓരോരുത്തരുമായിട്ട് മഴക്കുണ്ടാക്കുമ്പോൾ അവര് വന്നലാണ്, ഇപ്പുറത്തുള്ള ആൾക്കാരാണ് നല്ലതെന്ന് പറഞ്ഞ് പല സ്റ്റാൻഡിൽ പലയിടങ്ങളിൽ കറങ്ങി നടക്കുന്ന ആൾക്കാരായിരുന്നു ഈ പറയുന്ന ആദിലയും നൂറയും. ഒരു സ്റ്റാൻഡും ഇല്ലാത്തവർ. അതുപോലെ തന്നെ അനുമോളെ ഉപയോഗിച്ചത്, അനുമോൾക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്നും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ അനുമോളുടെ കൂടെ വോട്ട് വേണമെന്നുമുള്ള സമയങ്ങളിൽ അനുമോളെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുള്ള രീതിയിൽ അനുമോളെ കാണിക്കുകയും അനുമോൾ ആ വലയിൽ വീഴുകയും ചെയ്തു, അനുമോൾ ഫാൻസ് വീഴുകയും ചെയ്തു. ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരെ നമ്പരുതേ എന്നുള്ളത്. എന്നുവെച്ചാൽ ഇവര് പല സമയത്തും പല സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ആദില ക്രൂക്കഡ് മൈൻഡ് ആണ്. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ പല വീഡിയോയിലും ആദില ഭയങ്കര ക്രൂക്കഡ് ആണെന്ന്. പക്ഷെ ആദിലേക്കാൾ വിഷം ഈ നൂറയാണ്, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൂറ സൈലന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ വിഷം തുപ്പുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ അവരുടെ മനസ്സിലിരിപ്പൊക്കെ വെളി വന്നു. അതുപോലെ തന്നെ ഇപ്പൊ അനീഷിനോടും അനുമോളെയും കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നതാണ് അവിടെ നടന്ന് പറയുകയാണ് എല്ലാവരോടും. അതിന് സാബുമാനാണ് തുടക്കമിട്ടിരിക്കുന്നത്. അവിടെ സംസാരം നടക്കുമ്പോൾ സാബുമാൻ പറയാണ് ഇവര് തമ്മിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കുകയാണ്, അനുമോളും അനീഷും തമ്മിൽ. അയ്യോ, ഇത് കണ്ട നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അനുമോളും ഈ പറയുന്ന അനീഷും തമ്മിൽ എന്തെങ്കിലും ലവ് ട്രാക്ക് പിടിക്കുന്നതായിട്ട്? അവരൊരു കോമഡി രൂപത്തിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഷാനവാസും അതിന് കൂട്ടു നിന്നിട്ടുണ്ട്.
ആ ഷാനവാസിന് തന്നെ അറിയാം അങ്ങനെ ഒരു കോംബോ വർക്ക് ആകുന്നില്ല എന്നുള്ളത്. അനീഷ് അവിടെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എന്നാലും അനീഷ് സീരിയസ് ആയിട്ട് എടുക്കാൻ ചാൻസ് കുറവാണ്. അനീഷ് ഇതെല്ലാം ഒരു ഗെയിമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു സീരിയസ്നെസ്സും ഇല്ല. അവിടെ ലവ് കോംബോ എന്നൊരു സംഭവം ഇവർ രണ്ടുപേരും പിടിക്കുന്നുമില്ല. പക്ഷെ ഇപ്പോൾ അവര് ടോർച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ പുറകിൽ നടന്ന് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. പിന്നെ അനുമോളും അനീഷും കൂടെ ആയതുകൊണ്ട് പറയാൻ വേണ്ട. ആദിലയ്ക്ക് പണ്ടേ അനീഷിനെ കണ്ടുകൂടാ. ഇപ്പൊ നൂറയ്ക്കും ആദിലയ്ക്കും അനുമോളെയും കണ്ടുകൂടാ. അവർക്ക് കൂട്ടായിട്ട് അക്ബറും നെവിനും അവരെല്ലാം ഉണ്ട്. പക്ഷെ നെവിൻ ഇന്ന് വന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ അനുമോളോട് പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്ന് അത് ചെയ്തതാണ്, ഞാൻ തെറ്റായി പോയി ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ നെവിനെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നെവിൻ അടുത്ത നിമിഷം ഈ അക്ബറിന്റെ വലയിൽ പോയി വീണ് കഴിയുമ്പോൾ അക്ബർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇത് തിരിച്ചു പറയും. അതുകൊണ്ട് അവിടെയുള്ള ആരെയും നമ്പാൻ പറ്റത്തില്ല. ആരെയും നമ്പി ആരും ഗെയിം കളിക്കാൻ പറ്റത്തില്ല. അവിടെ ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്ന് കുത്തുന്നത് നമ്മളൊക്കെ ആദ്യം പറയുമായിരുന്നു ശൈത്യയാണെന്ന്. ശൈത്യയേക്കാൾ വലിയ കട്ടപ്പ ആരാണെന്ന് ചോദിച്ചാൽ ആദില നൂറ തന്നെയാണ്. അപ്പൊ ഇവര് ബുള്ളി ചെയ്യുന്നത് ഇപ്പോൾ പുറകിൽ നടന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അനീഷിനെയും ഈ പറയുന്ന അനുമോളെയും കാണുമ്പോഴത്തേക്ക് ചൊറിച്ചു തുടങ്ങുന്നത് ഇവർ തമ്മിൽ ലവ് കോംബോ പിടിക്കുവാണ്, ലവ് കോംബോ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുണ്ടാക്കുകയാണ്. പക്ഷെ ഇതെല്ലാം വെളിയിലോട്ട് വിടണ്ടേ? അനീഷും അനുമോളും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഇനി പറയാൻ പോകുന്ന അതാണ്. അനീഷും അനുമോളും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അവര് ബാക്കിയുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവർ ഒന്നിച്ച് നിന്നുകൊണ്ട്, ഇവർക്ക് ഫാൻ ബേസ് ഉണ്ടെന്ന് അറിയാലോ ഏകദേശം. അനുമോൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അനീഷിനെ പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അനീഷിന് വോട്ട് കിട്ടാൻ വേണ്ടി അനുമോളിനെ കൂടിയതാണെന്നൊക്കെ പറഞ്ഞ് ഇനി ഇവർ ഉണ്ടാക്കും. എന്നുവെച്ചാൽ ഭയങ്കര മൈൻഡ് ഗെയിമറാണേ. മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത് ബേബികൾ. ഈ ബേബികളെ പോലെ ഒരു മൈൻഡ് ഗെയിമറെ നമ്മൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മൈൻഡ് ഗെയിമർ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഷോയിൽ, ഇത്രയും 7 വർഷത്തെ ബിഗ് ബോസ് ഷോയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മൈൻഡ് ഗെയിമർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. അതൊക്കെയാണ് മൈൻഡ് ഗെയിം. ഈ ഗെയിം എന്താണെന്ന് പോലും അറിയാതെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ എന്തെങ്കിലും മുക്കും മൂലയും കണ്ടിട്ട് വന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ ഷോയെ കുറിച്ച് പറയുകയും മൈൻഡ് ഗെയിം എന്നൊക്കെ പറയുന്ന കേൾക്കുന്ന നൂറയോട് പുച്ഛം മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന നൂറ ഏതെങ്കിലും തരത്തിൽ മൈൻഡ് ഗെയിം കളിച്ചതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അല്ല ഈ മൈൻഡ് ഗെയിമറെ, അല്ല ഈ പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ലടേ. ഈ കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഇതിങ്ങനെ കിളിപോയ അവസ്ഥയായി പോയി. മൈൻഡ് ഗെയിമറാ? എവിടെ മൈൻഡ് ഗെയിം കളിച്ച്? ഫൈനാലെ വീക്കിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞല്ലോ. എന്നെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നതെല്ലാം കാണിക്കാമല്ലോ. അതുപോലെ തന്നെ ഭയങ്കര ഫാൻസ് അല്ലേ വെളിയിൽ ഇങ്ങനെ ഫാൻസുകാരെങ്ങനെ ഇട്ടി കൊള്ളുവാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലെ നൂറെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. ബോസണ്ണന്റെ കളി നമ്മൾ അത് കൃത്യമായിട്ട് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നലെ ചെയ്ത അനുമോളിൽ ചെയ്തതിനെല്ലാം ഉള്ള പാരിതോഷികം ഇന്ന് കൊടുത്തിട്ടുണ്ട്. മണി ബാങ്ക് എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട് അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഓരോ ബോക്സുകൾ. ആ ബോക്സ് എടുത്തുകൊണ്ട് പോയി ആരാണെന്ന് വെച്ചാൽ ഗാർബേജ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകുന്നു. അവസാനം വന്നപ്പോഴത്തേക്ക് 3.5 ലക്ഷം രൂപയാണ് കേട്ടോ അതിൽ കിട്ടുന്നത്. അപ്പൊ അതില് അക്ബർ, ആദില, നൂറ ഇവരാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ അക്ബർ അവിടെ ഒരു കളി കളിക്കുന്നുണ്ട്. പക്ഷെ അക്ബർ അത് ഗെയിം, അതൊക്കെ മൈൻഡ് ഗെയിം എന്ന് നമ്മൾ വേണേൽ പറയാം. എന്നുവെച്ചാൽ അക്ബർ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദിലയെ പുറത്താക്കാം, നമുക്ക് ആദിലെ പുറത്താക്കിയിട്ട് ബാക്കി നമുക്ക് കളിക്കാം എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ഈ പറയുന്ന നൂറയെ കൊണ്ട് ആദിലെ പുറത്താക്കുന്നുണ്ട്. ആദിലെ പുറത്താക്കി കഴിയുമ്പോൾ അവിടെ ബിഗ് ബോസ് ആണ് ഒരു കളി കളിക്കുന്നുണ്ട്. ബിഗ് ബോസിന് അറിയാം ബലത്തിന്റെ ഇവർ ഇപ്പൊ ഒരു ബലം പിടിച്ചാണല്ലോ ഇത് പിടിച്ചു വാരിക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഉറപ്പായിട്ടും നൂറയുടെ കയ്യിൽ നിന്ന് അക്ബർ ആ പൈസ അടിച്ചു മാറ്റും. ആ നൂറയുടെ ഫോട്ടോ കൊണ്ടുപോയി ഗാർബേജിലിടും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ചെയ്ത ഒരു ചതി എന്താണെന്ന് വെച്ചാൽ അവസാനം വന്നപ്പോഴത്തേക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഇതെന്തുവാ ഗെയിമാ ലാസ്റ്റ് വരെ കൊണ്ടുവന്നിട്ട് ട്വിസ്റ്റ് ആണെന്നാ പറയുന്നത്. ഭയങ്കര ട്വിസ്റ്റായി പോയി ബിഗ് ബോസിന്റെ. അവിടെ ചർച്ച വന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം അത് നൂറയ്ക്കേ വരത്തുള്ളൂ എന്നുള്ളത്. ഒരിക്കലും അത് അക്ബറിന് കിട്ടത്തില്ല. അത് ഏത് കൊച്ചു പിള്ളേർക്കും അറിയാം ഈ ഷോ കാണുന്നത്. അപ്പം ഇന്നലെ 1.5 മണിക്കൂർ വിളിച്ചുകൊണ്ട് പോയി ക്ലാസ് കൊടുത്തതിനൊക്കെ ഉള്ള ഒരു പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടുന്ന് പറയുന്നത് ബിഗ് ബോസിനോട് ഈ പറഞ്ഞ നൂറ തന്നെ പറയുന്നുണ്ട്, ഈ 3.5 ലക്ഷം രൂപ കൊണ്ടൊന്നും എന്നെ ഒതുക്കാന്ന് നോക്കണ്ട, ഞാൻ കപ്പും കൊണ്ടേ പോത്തുള്ളൂ. അപ്പം ബിഗ് ബോസും നൂറയും ആദിലയും തമ്മിൽ എന്തോ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് നമുക്ക് കൂടുതലൊന്നും വേണ്ട. ഈ ടാസ്ക് ബേസ് തന്നെ നിങ്ങൾ ഓർത്താൽ മതി. ഒരു ടാസ്ക് നടക്കുമ്പോൾ ആ ടാസ്ക് ഫുൾ ആയിട്ട് തീർക്കണം. ഇത് അവസാനം കൊണ്ടുവന്ന് എന്തോ വലിയ ട്വിസ്റ്റ് കാണിച്ചതുപോലെ അക്ബർ പറയുന്നുണ്ട് ഇത് ചതിയായി പോയെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിനോട്. ഞാൻ പറഞ്ഞില്ല അക്ബറിന് കിട്ടിയാണെങ്കിൽ സന്തോഷമേ ഉള്ളായിരുന്നു. അക്ബർ ഒന്നും ഇല്ലെങ്കിലും അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ഗെയിം ആണെങ്കിലും ഈ 1ാമത്തെ ദിവസം മുതൽ ഇന്ന് വരെ നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നതെങ്കിലും അക്ബറിന്റെ എത്തിക്സ് ഗെയിം കളിക്കുന്നുണ്ട്.
പക്ഷെ നൂറയ്ക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ബിഗ് ബോസ് നിന്നതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഈ നെറികെട്ട നാറിയ കളി ഇപ്പോൾ ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടു കാണുമല്ലോ. നിവിന്റെ വിഷയം ഉണ്ടായപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിച്ചു. ഒരു സ്മൂത്ത് ലെവലിലാണേ പോയത്. പിന്നെ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതെടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു. എത്രയാണ് നടന്നത്? അല്ലാതെ നെവിനെ പിടിച്ചു പൊരിക്കുകയോ അടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ അക്ബറിനോടൊക്കെ സംസാരിച്ച് നമ്മൾ കണ്ടതാ. പക്ഷെ ഈ ആഴ്ച അനുമോള് എന്ത് ചെറിയ തെറ്റുകളാണെങ്കിൽ കൂടി ഈ വലിയ തെറ്റിനെ മറച്ചു വെക്കാൻ ഈ ചെറിയ തെറ്റിനെ എടുത്ത് വലുതായി കാണിക്കുമല്ലോ. അത് തന്നെ ആയിരിക്കും ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അനുമോളെ കോർണർ ചെയ്യും. അനുമോളെ കോർണർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടന്, വണ്ടേ ഇഷ്ടമാണ്. അതുകൊണ്ട് ലാലേട്ടൻ ഈ പ്രാവശ്യം നരസിംഹമായിരിക്കും. നരസിംഹം നിങ്ങൾ നോക്കിക്കോ. കഴിഞ്ഞ നമ്മൾ കണ്ടില്ലേ അനുമോളെയൊക്കെ ചെറിയ ചെറിയ വിഷയത്തിനൊക്കെ എടുത്തിട്ട് പൊരിക്കുന്നത്. അനീഷിനെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും ഒക്കെ പൊരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു എനർജി ഇപ്പൊ നമുക്ക് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനിൽ കാണാൻ കഴിയും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ അനുമോളെയും അനീഷിനെയും കുറിച്ച് കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ട് തന്നെ ആദിലയും നൂറയും അതുപോലെ തന്നെ സാബുമാനും ഷാനവാസും ഇങ്ങനെ നടക്കുന്നു. ഷാനവാസും പിന്നെ ഇവർ രണ്ടുപേരുടെയും വാലി തൂങ്ങി ഇങ്ങനെ നടക്കുക. അത് ഷാനവാസിന് 8ന്റെ പണി. ഇനി അടുത്തത് ഷാനവാസിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവര് നൈസായിട്ട് ഇനി ഷാനവാസിനെ വെട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. ഈ പറയുന്ന ഷാനവാസ് ഫാൻസ് ഒക്കെ ഇപ്പം കുറച്ച് പറയുന്നുണ്ട്, ഇത്രയും സ്നേഹത്തോടെ ഒരു ആങ്ങളെ പോലെ ഒരു ചേർത്ത് പിടിക്കുന്ന ഷാനവാസ് എന്ന് പറയുന്നവരൊക്കെ അതൊന്നും മാറ്റി പറയരുത്. സ്ക്രീൻഷോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ എടുത്തിടും. അതുകൊണ്ട് ഇനി അടുത്ത മണി കിട്ടാൻ പോകുന്നത് ഷാനവാസിനാണ്. താമസിയാതെ തന്നെ അത് കിട്ടും. ഒരുപാട് പ്രാവശ്യം ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഷാനവാസും ഇവരെല്ലാം കൂടെ ചേർന്നുള്ള കളിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പോകെ പോകെ നമുക്കത് അറിയാൻ പറ്റും. ബിഗ് ബോസും ഷാനവാസും ആദിലെ നൂറയും തമ്മിലുള്ള കളിയിൽ ഷാനവാസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ പോകെ പോകെ മനസ്സിലാവത്തേ ഉള്ളൂ. മനസ്സിലാവാത്ത സ്ഥിതിക്ക് നമുക്ക് ഷാനവാസിനെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാലും സംശയമായിട്ട് അവിടെ ബാക്കിയായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് ചിരി വരുന്ന കാര്യം, ആ നൂറ ആണെങ്കിൽ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞ നൂറ കളിച്ച മൈൻഡ് ഗെയിം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയാ പ്ലീസ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ അത്രയ്ക്ക് വിഷമത്തിലാണ്. നിങ്ങൾ ആരെങ്കിലും നൂറയുടെ മൈൻഡ് ഗെയിം എന്താണെന്നൊന്ന് അറിയിക്കണേ പ്ലീസ്. എന്നുവെച്ചാൽ അവിടെ ആദ്യം പറയുന്നുണ്ട്, നീ ഈ മൈൻഡ് ഗെയിം കളിച്ച കപ്പം കൊണ്ട് വേണം വീട്ടിലോട്ട് വരാൻ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പറപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെന്തോ സംഭവമായി പോയി. ഞങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി, വോട്ടൊക്കെ ഇങ്ങനെ കൊമിഞ്ഞ് വീഴുകയാണ് എന്നുള്ള ഒരു തോന്നൽ. ഇത് ആരോ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതുവരെയും പറയാത്ത ആദിലെയും നൂറയൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ ശരിക്കും ഒരു ക്ലാസ്, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ക്ലാസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണൊക്കെ നമുക്ക് അറിയാമല്ലോ. ഏതായാലും പോകെ പോകെ നമുക്കിനി അറിയാൻ പറ്റും എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്നുള്ളത്. അതുപോലെ ബോസണ്ണന്റെയും. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്